ചിലപ്പോഴൊക്കെ ജീവിതം നമ്മെ മനസ്സിലാക്കാൻ കഴിയാത്ത വഴികളിലൂടെ കൊണ്ടുപോകുന്നു. നമുക്കെന്തെങ്കിലും നഷ്ടപ്പെട്ടേക്കാം, ഒരു പ്രതിസന്ധി നേരിടേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ എല്ലാം തകരുകയാണെന്ന് തോന്നിയേക്കാം. എന്നാൽ ഓരോ വെല്ലുവിളിക്കും പിന്നിൽ ഒരു മറഞ്ഞിരിക്കുന്ന ലക്ഷ്യമുണ്ടെങ്കിലോ, ഓരോ നഷ്ടവും ഓരോ തെറ്റും അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന മാറ്റങ്ങളും ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണെങ്കിലോ? ബുദ്ധദർശനം നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നും യാദൃച്ഛികമല്ല എന്നാണ്. ഓരോ അനുഭവവും നമ്മെ രൂപപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ആഴത്തിലുള്ള സത്യത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നു. ഈ വീഡിയോയിൽ ജീവിതത്തെ എങ്ങനെ വിശ്വസിക്കാമെന്നും സംഭവിക്കുന്നതിനെ എങ്ങനെ സ്വീകരിക്കാമെന്നും ഓരോ തടസ്സത്തെയും എങ്ങനെ ഒരു അവസരമാക്കി മാറ്റാമെന്നും നമ്മൾ പരിശോധിക്കുന്നു. എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം വരെ കാണുക. ആ ഉത്തരം നിങ്ങളുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റിയേക്കാം. വേദന എന്നത് മനുഷ്യർക്ക് പൊതുവായുള്ള ഒന്നാണ്. നഷ്ടമോ പരാജയമോ നിരാശയോ അനുഭവിക്കാത്തവരായി ആരുമില്ല. എന്നാൽ നമ്മെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് നമ്മൾ എന്തനുഭവിക്കുന്നു എന്നതല്ല, മറിച്ച് നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു എന്നതാണ്. ബുദ്ധദർശനത്തിൽ കഷ്ടപ്പാടുകളെ ഒരു ശിക്ഷയായോ വിധിയുടെ ക്രൂരതയായോ കാണുന്നില്ല. പകരം അതൊരു വേഷപ്രച്ഛന്നനായ ഗുരുവായാണ് കണക്കാക്കപ്പെടുന്നത്. ആ നിമിഷം നമുക്ക് മനസ്സിലായില്ലെങ്കിലും ഓരോ പ്രയാസത്തിലും ഒരു മറഞ്ഞിരിക്കുന്ന ലക്ഷ്യമുണ്ട്. നമുക്ക് വേദന അനുഭവപ്പെടുമ്പോൾ അതിനെ എതിർക്കാനാണ് നമ്മുടെ മനസ്സ് ആദ്യം ശ്രമിക്കുന്നത്. പ്രശ്നങ്ങൾ മാറണമെന്നും എല്ലാം പഴയതുപോലെ ആകണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ കഷ്ടപ്പാടുകൾ നമ്മെ ശിക്ഷിക്കാനല്ല, മറിച്ച് മാറ്റാനാണ് വരുന്നതെങ്കിലോ? ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങൾ പലപ്പോഴും വേദനയിലൂടെയാണ് വരുന്നത്. സ്വർണത്തെ അഗ്നി ശുദ്ധീകരിക്കുന്നത് പോലെ പ്രതിസന്ധികൾ അനാവശ്യമായവയെ നീക്കം ചെയ്യുകയും നമ്മുടെ യഥാർത്ഥ സത്തയെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. കഷ്ടപ്പാടുകൾ ഒഴിവാക്കാനാവാത്തതാണ്, എന്നാൽ അനാവശ്യമായി ദുഃഖിക്കുന്നത് ഒരു തിരഞ്ഞെടുപ്പാണ് എന്ന് ബുദ്ധൻ പഠിപ്പിച്ചു. നമ്മൾ വേദനയെ മുറുകെ പിടിക്കുമ്പോൾ അത് നീണ്ടു നിൽക്കുന്നു. നമ്മൾ അതിനോട് പോരാടുമ്പോൾ അത് കൂടുതൽ ശക്തമാകുന്നു. എന്നാൽ ഭയമില്ലാതെ അതിനെ നിരീക്ഷിക്കാൻ പഠിക്കുമ്പോൾ ഓരോ വേദനാജനകമായ അനുഭവത്തിലും മനസ്സിലാക്കേണ്ട ഒരു വിവേകത്തിന്റെ വിത്തുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഒരു പഴയ ബുദ്ധകഥയുണ്ട്. ഒരു ശിഷ്യൻ തന്റെ ജീവിതത്തിലെ അനീതികളെക്കുറിച്ച് ഗുരുവിനോട് പരാതിപ്പെട്ടു. തന്റെ ജീവിതത്തിലെല്ലാം തനിക്കെതിരാണെന്ന് അയാൾക്ക് തോന്നി. ഗുരു എല്ലാം കേട്ടു. എന്നിട്ട് ഒരു പിടി ഉപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു. ആ ഉപ്പ് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് കുടിക്കാൻ ഗുരു ആവശ്യപ്പെട്ടു. ശിഷ്യൻ അത് കുടിച്ചു. ഇതിന് ഭയങ്കര കയ്പാണ് എന്ന് പറഞ്ഞ് മുഖം ചുളിച്ചു. പിന്നീട് ഗുരു അവനെ ഒരു തടാകത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി അതേ അളവ് ഉപ്പ് തടാകത്തിലെ വെള്ളത്തിലേക്ക് എറിയാൻ പറഞ്ഞു. അതിനുശേഷം തടാകത്തിലെ വെള്ളം കുടിക്കാൻ ആവശ്യപ്പെട്ടു. ഈ തവണ ശിഷ്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വെള്ളത്തിന് നല്ല ശുദ്ധമായ രുചിയാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ഈ ഉപ്പ് പോലെയാണ്. അതിന് മാറ്റമില്ല. എന്നാൽ മാറുന്നത് നിങ്ങൾ അത് ഉൾക്കൊള്ളുന്ന പാത്രമാണ്. നിങ്ങളുടെ കഷ്ടപ്പാടുകളുടെ കയ്പ് കുറയ്ക്കണമെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് വിസ്തൃതമാക്കുക. നമ്മൾ വേദനയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അത് നമ്മെ പൂർണ്ണമായി വിഴുങ്ങുന്നു. എന്നാൽ ഓരോ അനുഭവവും വലിയൊരു കാര്യത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ കാഴ്ചപ്പാട് വിസ്തൃതമാക്കുമ്പോൾ വേദന നമ്മെ തളർത്തുന്നത് നിർത്തുന്നു. എന്തുകൊണ്ടിതെനിക്ക് സംഭവിക്കുന്നു എന്ന് ചോദിക്കുന്നതിന് പകരം ഇതെന്നെ എന്താണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് ചോദിച്ചു തുടങ്ങാം. പലപ്പോഴും ജീവിതത്തിലെ ഏറ്റവും കഠിനമായ അനുഭവങ്ങളാണ് വലിയ മാറ്റങ്ങളിലേക്ക് നയിക്കുന്നത്. ഒരു ദുരന്തമെന്ന് തോന്നിയത് പിന്നീട് വലിയൊരു അനുഗ്രഹമായി മാറിയേക്കാം. ജോലി നഷ്ടപ്പെടുന്നത് കൂടുതൽ അർത്ഥവത്തായ മറ്റൊരു ജോലി കണ്ടെത്താൻ കാരണമായേക്കാം. ഒരു ബന്ധം അവസാനിക്കുന്നത് നമ്മെ സ്വയം സ്നേഹിക്കാൻ പഠിപ്പിച്ചേക്കാം. ഒരു വലിയ പ്രതിസന്ധി ജീവിതത്തോടുള്ള പുതിയൊരു കാഴ്ചപ്പാട് നൽകിയേക്കാം. കഷ്ടപ്പാടുകളെ വളർച്ചയ്ക്കുള്ള അവസരമായി കാണാനാണ് ബുദ്ധദർശനം നമ്മെ ക്ഷണിക്കുന്നത്. ഓരോ പ്രയാസകരമായ സാഹചര്യവും ക്ഷമ, അതിജീവിക്കാനുള്ള കരുത്ത്, കരുണ എന്നിവ വികസിപ്പിക്കാൻ നമ്മെ നിർബന്ധിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ഇനിയും സുഖപ്പെടാനുള്ള ഭാഗങ്ങളെ അത് കാണിച്ചു തരുന്നു. അടുത്ത തവണ നിങ്ങൾ ഒരു വെല്ലുവിളി നേരിടുമ്പോൾ അതിനെ എതിർക്കുന്നതിന് പകരം ഒന്ന് നിൽക്കുക. എന്നിട്ട് സ്വയം ചോദിക്കുക, എനിക്കിതിൽ നിന്ന് എന്ത് പഠിക്കാം? ഈ അനുഭവം ഉപയോഗിച്ച് എനിക്ക് എങ്ങനെ വളരാം? ഈ വേദന എന്നെക്കുറിച്ച് എന്താണ് വെളിപ്പെടുത്തുന്നത്? കഷ്ടപ്പാടുകൾ ജീവിതത്തിന്റെ ഭാഗമാണ്, പക്ഷേ അത് നമ്മെ നിർവചിക്കേണ്ടതില്ല. അതിന്റെ പാഠങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ അതിനെ ഒരു ശത്രുവായി കാണുന്നത് നിർത്തുകയും മാറ്റത്തിനായുള്ള ഒരു ഉപകരണമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ നമ്മൾ നേരിടുന്ന ഓരോ പരീക്ഷണവും ഉണർവിലേക്കുള്ള നമ്മുടെ പാതയിലെ ഓരോ ചുവടുകൾ മാത്രമാണ്. പ്രതിസന്ധികൾ വേദനാജനകമാണെങ്കിലും അവ നമ്മെ ഉണർത്താൻ നിർബന്ധിക്കുന്നു. അവ നമ്മെ ദിനചര്യകളിൽ നിന്ന് പുറത്തെടുക്കുകയും നമ്മുടെ പരിധികൾക്ക് അപ്പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്നു. നമ്മൾ അതുവരെ ശരിയെന്ന് കരുതിയ എല്ലാ കാര്യങ്ങളെയും ചോദ്യം ചെയ്യാൻ ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു. ഇത്തരം തടസ്സങ്ങളില്ലായിരുന്നുവെങ്കിൽ നമ്മൾ പുതിയ കഴിവുകൾ വികസിപ്പിക്കുകയോ പഴയ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുകയോ പുതിയ വഴികൾ തേടുകയോ ചെയ്യില്ലായിരുന്നു. ജീവിതം അതിന്റെ അനന്തമായ ജ്ഞാനത്താൽ പ്രതിസന്ധികളെ നമ്മുടെ പരിണാമത്തിനുള്ള ഒരു ഉപകരണമായി ഉപയോഗിക്കുന്നു. ഒരു വിത്തിനെക്കുറിച്ച് ചിന്തിക്കുക. അത് മണ്ണിൽ കുഴിച്ചു മൂടപ്പെടാതെ സൂര്യപ്രകാശത്തിലും കാറ്റിലും ഉപരിതലത്തിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ അതൊരിക്കലും ഒരു മരമായി വളരില്ല. അതിന് മണ്ണിന്റെ ഇരുട്ടിലേക്ക് തള്ളപ്പെടണം.
ഉള്ളിൽ നിന്ന് പൊട്ടിപ്പിളരണം, വെളിച്ചത്തിലേക്ക് വളരാൻ കഷ്ടപ്പെടണം. ആ പ്രക്രിയ പ്രയാസകരമാണ്. പക്ഷെ ജീവൻ ഉദയം ചെയ്യാനുള്ള ഏക വഴി ഇതാണ്. നമ്മുടെ കാര്യത്തിലും ഇത് സത്യമാണ്. കഠിനമായ നിമിഷങ്ങളും ആന്തരികമായ തകർച്ചകളുമില്ലാതെ നമ്മുടെ യഥാർത്ഥ കഴിവുകളിലേക്ക് എത്താൻ നമുക്ക് കഴിയില്ല. ബുദ്ധദർശനത്തിലെ ഒരു കഥ ഇത് വ്യക്തമാക്കുന്നു. ജീവിതം എന്തുകൊണ്ടാണ് ഇത്ര കഠിനമാകുന്നത് എന്ന് ഒരു ശിഷ്യൻ തന്റെ ഗുരുവിനോട് ചോദിച്ചു. ഗുരു അവനെ ഒരു കാട്ടിലേക്ക് കൊണ്ടുപോയി തന്റെ കൊക്കോണിൽ നിന്ന് പുറത്തു കടക്കാൻ പാടുപെടുന്ന ഒരു ചിത്രശലഭത്തെ കാണിച്ചു കൊടുത്തു. അനുകമ്പ തോന്നിയ ശിഷ്യൻ ചിത്രശലഭത്തെ സഹായിക്കാനായി കൂട് സാവധാനം കീറി അതിനെ പുറത്തുവിട്ടു. അത് പുറത്തു വന്നു. പക്ഷേ അതിന്റെ ചിറകുകൾ ദുർബലമായിരുന്നു. അതിനൊരിക്കലും പറക്കാൻ കഴിഞ്ഞില്ല. പുറത്തു കടക്കാനുള്ള ആ പരിശ്രമമാണ് ചിത്രശലഭത്തിന്റെ ചിറകുകളെ ശക്തിപ്പെടുത്തുന്നതെന്ന് ഗുരു വിശദീകരിച്ചു. ആ പോരാട്ടമില്ലാതെ അതിന് പറക്കാൻ കഴിയില്ല. ആ ചിത്രശലഭത്തെ പോലെ നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ജീവിതത്തിലെ വെല്ലുവിളികളുടെ പ്രതിരോധം നമുക്കും ആവശ്യമാണ്. ഓരോ പ്രയാസകരമായ സാഹചര്യവും നമ്മെ പൊരുത്തപ്പെടാനും വളരാനും പുതിയ വഴികൾ കണ്ടെത്താനും പ്രേരിപ്പിക്കുന്നു. ആ അരാജകത്വത്തിന്റെ നിമിഷങ്ങളില്ലെങ്കിൽ നമ്മൾ നമ്മുടെ കംഫർട്ട് സോണുകളിൽ കുടുങ്ങിക്കിടക്കും. അരാജകത്വത്തെ ഒരു ശാപമായല്ല, മറിച്ച് ഒരു അവസരമായി കാണാനാണ് ബുദ്ധദർശനം പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ട് ഇതെനിക്ക് സംഭവിക്കുന്നു എന്ന് ചോദിക്കുന്നതിനു പകരം ഈ സാഹചര്യം എന്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാം. തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ വ്യക്തിപരമായ വളർച്ചകളിൽ ഭൂരിഭാഗവും സമാധാനകാലത്തല്ല നടന്നതെന്ന് മനസ്സിലാകും. അവ പ്രതിസന്ധികളിലാണ് ഉണ്ടായത്. നഷ്ടങ്ങൾ നമ്മെ കാര്യങ്ങളുടെ മൂല്യം പഠിപ്പിച്ചു. പരാജയങ്ങൾ നമ്മെ കൂടുതൽ കരുത്തരാക്കി. അപ്രതീക്ഷിത മാറ്റങ്ങൾ നമ്മൾ ഒരിക്കലും തിരഞ്ഞെടുക്കാത്ത പുതിയ വഴികളിലേക്ക് നമ്മെ നയിച്ചു. അരാജകത്വത്തെ അംഗീകരിക്കുക എന്നതിനർത്ഥം കഷ്ടപ്പാടുകൾ ആസ്വദിക്കുക എന്നല്ല, മറിച്ച് അത് പ്രക്രിയയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക എന്നതാണ്. നമ്മൾ എതിർപ്പ് അവസാനിപ്പിച്ച് മാറ്റത്തിനൊപ്പം ഒഴുകാൻ തുടങ്ങുമ്പോൾ നമുക്കുണ്ടെന്ന് നമ്മൾ അറിയാതിരുന്ന ഒരു കരുത്ത് കണ്ടെത്തുന്നു. ജീവിതം എന്നത് വെല്ലുവിളികളെ ഒഴിവാക്കലല്ല, മറിച്ച് അവയെ എങ്ങനെ നമ്മുടെ നേട്ടത്തിനായി ഉപയോഗിക്കാം എന്ന് പഠിക്കലാണ്. ഓരോ പ്രതിസന്ധിയും പരിണമിക്കാനുള്ള ക്ഷണമാണ്. ഈ പ്രക്രിയയിൽ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ അരാജകത്വത്തിന് ശേഷം നമ്മുടെ പുതിയൊരു പതിപ്പ് പുറത്തുവരുന്നത് നമുക്ക് കാണാം. കൂടുതൽ ശക്തമായ, കൂടുതൽ ജ്ഞാനമുള്ള, കൂടുതൽ സ്വതന്ത്രമായ ഒരു പതിപ്പ്. ജീവിതം നിയന്ത്രണത്തിനപ്പുറമാണെന്ന് തോന്നുന്ന നിമിഷങ്ങളുണ്ടാകും. നമ്മൾ പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങൾ നേരിടുന്നു. കാര്യങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ നടക്കുന്നില്ല. നമ്മൾ തെറ്റായ പാതയിലാണോ എന്ന് നമ്മൾ സംശയിക്കുന്നു. എന്നാൽ ബുദ്ധദർശനം പഠിപ്പിക്കുന്നത് മറ്റൊന്നാണ്. പ്രപഞ്ചത്തിലൊന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നില്ല. എല്ലാത്തിനെയും നയിക്കുന്ന ഒരു അദൃശ്യമായ ക്രമമുണ്ട്. നമുക്കത് എപ്പോഴും കാണാൻ കഴിയില്ലെങ്കിലും ഈ ക്രമത്തെ ധർമ്മം എന്ന് വിളിക്കുന്നു. എല്ലാ നിലനിൽപ്പിനെയും ഭരിക്കുന്ന പ്രകൃതി നിയമമാണ് ധർമ്മം. ജീവിതത്തിലെ സംഭവങ്ങൾക്ക് പിന്നിലെ ശാന്തവും പൂർണ്ണവുമായ ഒഴുക്കാണത്. അവിടെയെല്ലാം കൃത്യസമയത്ത് കൃത്യമായ കാരണത്താൽ സംഭവിക്കുന്നു. അവിടെ തെറ്റുകളില്ല, അപകടങ്ങളില്ല. നമ്മൾ നെഗറ്റീവ് എന്ന് കരുതുന്ന അനുഭവങ്ങൾ പോലും വലിയൊരു സന്തുലിതാവസ്ഥയുടെ ഭാഗമാണ്. പ്രകൃതിയെ നോക്കൂ. ഋതുക്കൾ കൃത്യസമയത്ത് മാറുന്നു. നദികൾ തടസ്സമില്ലാതെ ഒഴുകുന്നു. മരങ്ങൾ തിടുക്കം കൂട്ടാതെ വളരുന്നു. പ്രകൃതിയിലെ ഒന്നും തന്നെ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയിരിക്കുന്നത് എന്ന് ചോദിക്കുന്നില്ല. അത് അതിന്റെ വഴി പിന്തുടരുന്നു. എന്നാൽ മനുഷ്യരായ നമ്മൾ ഇതിനോട് മല്ലിടുന്നു. ജീവിതം നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ചായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അത് നടക്കാതെ വരുമ്പോൾ നമ്മൾ ദുഃഖിക്കുന്നു. ഒരു ബുദ്ധകഥ ഈ സാഹചര്യത്തെ നന്നായി വിവരിക്കുന്നു. കടലിൽ ഒരു കൊടുങ്കറ്റിലകപ്പെട്ട ഒരാൾ തിരമാലകൾക്കെതിരെ തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് പോരാടി. എന്നാൽ അയാൾ എത്രത്തോളം പോരാടിയോ അത്രത്തോളം താഴ്ന്നുപോയി. ഒടുവിൽ തളർന്ന് അയാൾ പോരാട്ടം ഉപേക്ഷിച്ചു. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ അനുവദിച്ചു. ആ നിമിഷം കടലിലെ ഒഴുക്ക് സാവധാനം അയാളെ തീരത്തെത്തിച്ചു. ഇങ്ങനെയാണ് ധർമ്മം പ്രവർത്തിക്കുന്നത്. നമ്മൾ എതിർക്കുന്നത് നിർത്തിക്കൊണ്ട് ജീവിതത്തിന്റെ ഒഴുക്കിനെ വിശ്വസിക്കുമ്പോൾ കുറഞ്ഞ കഷ്ടപ്പാടുകളോടെ നമ്മൾ വഴി കണ്ടെത്തുന്നു. ഇതിനർത്ഥം നമ്മൾ നിഷ്ക്രിയരാകണമെന്നോ എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചതാണെന്നോ അല്ല, മറിച്ച് നമ്മുടെ യഥാർത്ഥ സ്വഭാവവുമായി പൊരുത്തപ്പെടുന്ന തിരഞ്ഞെടുപ്പുകൾ നടത്താൻ ധർമ്മം നമ്മെ ക്ഷണിക്കുന്നു. പലപ്പോഴും നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുമ്പോഴാണ് കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നത്. ജീവിതം നമുക്ക് സൂചനകൾ നൽകുന്നു. നമ്മൾ അത് അവഗണിച്ചാൽ നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് തിരിച്ചറിയാൻ പ്രേരിപ്പിക്കുന്ന തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നു. നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നുവെന്നാണ് ബുദ്ധദർശനം പഠിപ്പിക്കുന്നത്. നമ്മൾ വെല്ലുവിളിക്കപ്പെടുമ്പോൾ അത് അടുത്ത ഘട്ടത്തിനായി നമ്മൾ തയ്യാറെടുപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ്. എന്തെങ്കിലും വൈകുന്നുണ്ടെങ്കിൽ അതിന്റെ സമയം ആയിട്ടില്ലാത്തതുകൊണ്ടാണ്. എല്ലാം അതിന്റെ സമയത്ത് സംഭവിക്കുമെന്ന് ധർമ്മം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കൊരു പൂവിനെ നിർബന്ധിച്ച് വിരിയിക്കാൻ കഴിയില്ല. സൂര്യനെ നേരത്തെ ഉദിപ്പിക്കാനും കഴിയില്ല. നമ്മുടെ വ്യക്തിപരമായ യാത്രകളും അങ്ങനെയാണ്. നമുക്ക് പെട്ടെന്നുള്ള ഉത്തരങ്ങൾ വേണം. വേദന ഉടൻ മാറണം. മാറ്റം ഇപ്പോൾ തന്നെ സംഭവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ജീവിതത്തിന് അതിൻ്റെതായ താളമുണ്ട്. ആ താളത്തെ വിശ്വസിക്കുന്നത് നമ്മെ ഉത്കണ്ഠയിൽ നിന്നും നിരാശയിൽ നിന്നും മോചിപ്പിക്കുന്നു. എല്ലാം ഒരു കാരണത്താലാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ പ്രയാസങ്ങളെ ശിക്ഷയായി കാണുന്നത് നമ്മൾ നിർത്തുന്നു. പകരം അവയെ അവസരങ്ങളായി കാണുന്നു. എന്തെങ്കിലും ശരിയാകുന്നില്ലെങ്കിൽ അതിനോട് പോരാടുന്നതിനു പകരം ഇതെന്നെ എന്താണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാം.
പലപ്പോഴും സമയത്തിന് മാത്രമേ ധർമ്മത്തെ മനസ്സിലാക്കാൻ കഴിയൂ. ഇന്നൊരു നഷ്ടമായി തോന്നുന്നത് പിന്നീട് നമുക്ക് കൃത്യമായി ആവശ്യമുള്ളതായിരുന്നു എന്ന് വെളിപ്പെട്ടേക്കാം. ജീവിതത്തിന്റെ അദൃശ്യമായ ക്രമത്തെ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ അനിശ്ചിതത്വങ്ങൾക്കിടയിലും നമുക്ക് സമാധാനം കണ്ടെത്താം. നമുക്ക് ഓരോരുത്തർക്കും തനതായ പാതയുണ്ട്. നമ്മുടെ യാത്രയെ മറ്റൊരാളുടേതുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല. മറ്റൊരാൾക്ക് ശരിയായത് നമുക്ക് ശരിയാകണമെന്നില്ല. നമ്മുടെ ആന്തരിക ശബ്ദം കേൾക്കുന്നതും ഉൾപ്രേരണ പിന്തുടരുന്നതും മാറ്റങ്ങളെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുന്നതും ധർമ്മവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ നമ്മെ സഹായിക്കുന്നു. നമ്മൾ ഇവിടെ യാദൃച്ഛികമായി വന്നവരല്ല. ഓരോ അനുഭവവും, നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയും, നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനവും വലിയൊരു സന്തുലിതാവസ്ഥയുടെ ഭാഗമാണ്. എല്ലാം അതിന്റെ പൂർണ്ണമായ സമയത്ത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുമ്പോൾ നമ്മൾ ഭയമില്ലാതെ ലക്ഷ്യബോധത്തോടെ ജീവിക്കാൻ തുടങ്ങുന്നു. എങ്കിലും ഓരോ സംഭവവും നമ്മെ ഉണർവിലേക്ക്, എൻലൈറ്റ്മെന്റിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. ജീവിതം പലപ്പോഴും അവ്യക്തമായി തോന്നാം. നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത വെല്ലുവിളികളിലൂടെയും നഷ്ടങ്ങളിലൂടെയും മാറ്റങ്ങളിലൂടെയും നമ്മൾ കടന്നുപോകുന്നു. എങ്കിലും ഈ ഓരോ നിമിഷവും ഓരോ പാഠം ഉൾക്കൊള്ളുന്നുണ്ട്. ഓരോ സാഹചര്യവും, അത് എത്രത്തോളം വേദനാജനകമോ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതോ ആണെങ്കിലും, അത് ഉണർവിലേക്കുള്ള നമ്മുടെ യാത്രയുടെ ഭാഗമാണെന്ന് ബുദ്ധദർശനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഉണർവ് എന്നത് വിദൂരമായ ഏതോ ഒരു ലക്ഷ്യമല്ല. അത് നമ്മൾ പുറത്തെവിടെയെങ്കിലും തിരയേണ്ട ഒന്നല്ല. അത് ഇതിനോടകം തന്നെ നമ്മുടെ ഉള്ളിലുണ്ട്, തിരിച്ചറിയപ്പെടാനായി കാത്തിരിക്കുന്നു എന്ന് മാത്രം. ജീവിതത്തിലെ ഓരോ നിമിഷവും, പ്രത്യേകിച്ച് പ്രയാസകരമായവ, ഉണരാൻ നമ്മെ ക്ഷണിക്കുന്നു. കാര്യങ്ങളെ ഭയമില്ലാതെയും എതിർപ്പില്ലാതെയും അവയുടെ യഥാർത്ഥ രൂപത്തിൽ കാണാൻ. നിങ്ങൾ ഏറ്റവും കൂടുതൽ വളർന്ന സമയങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അവ മിക്കവാറും നിങ്ങളുടെ ഏറ്റവും എളുപ്പമുള്ള നിമിഷങ്ങളായിരിക്കില്ല. ജീവിതം നിങ്ങളെ വെല്ലുവിളിക്കുകയും നിങ്ങളെ മാറ്റിമറിക്കുകയും നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത നിമിഷങ്ങളായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ വളർച്ച സംഭവിച്ചിട്ടുള്ളത്. അതാണ് ഉണർവിലേക്കുള്ള പാത. ഇത് പെട്ടെന്നുണ്ടാകുന്ന ഒരു അത്ഭുതമല്ല, മറിച്ച് നിങ്ങളെക്കുറിച്ചും ഈ ലോകത്ത് നിങ്ങളുടെ സ്ഥാനത്തെക്കുറിച്ചും മനസ്സിലാക്കിക്കൊണ്ടുള്ള സാവധാനത്തിലുള്ള സ്ഥിരമായ യാത്രയാണിത്. എന്തുകൊണ്ട് ഇതെനിക്ക് സംഭവിക്കുന്നു എന്ന് ചോദിക്കുന്നത് നിർത്തി, ഇതിൽ നിന്ന് എനിക്ക് എന്ത് പഠിക്കാം എന്ന് ചോദിച്ചു തുടങ്ങുമ്പോൾ എല്ലാം മാറി തുടങ്ങുന്നു. നമ്മൾ ഇരകളാണെന്ന തോന്നലിൽ നിന്ന് ജീവിതത്തിന്റെ വിദ്യാർത്ഥികളായി മാറുന്നു. ഓരോ വെല്ലുവിളിയും ഒരു ഗുരുവായി മാറുന്നു. ഓരോ തിരിച്ചടിയും വളരാനുള്ള അവസരമായി മാറുന്നു. അതുകൊണ്ട് ഇപ്പോൾ ജീവിതം ഭാരമേറിയതായി തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത എന്തെങ്കിലും നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ യാത്രയുടെ ഭാഗമാണെന്ന് വിശ്വസിക്കുക. ഒന്നും ഒരിക്കലും വെറുതെയാകുന്നില്ല. അർത്ഥമില്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. നിങ്ങൾ കടന്നുപോകുന്ന ഓരോ കാര്യവും നിങ്ങൾ ആരായി മാറണമോ അപ്രകാരം നിങ്ങളെ രൂപപ്പെടുത്തുകയാണ്. ഈ സന്ദേശം നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ, ഈ പഠനങ്ങൾ ഒരുമിച്ച് പര്യവേക്ഷണം ചെയ്യുന്ന ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു.